ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കരിക്കിൻ്റെ ഷെയ്ക്കാണ്. ഇപ്പോൾ നല്ല ചൂടൊക്കെ ഉള്ള ടൈമാണല്ലോ, അപ്പോൾ ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഷെയ്ക്കാണിത്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഷെയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കരിക്കിൻ്റെ കാമ്പും വെള്ളവും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പാല് നന്നായിട്ട് തണുപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ടയാക്കി തന്നെ എടുക്കാവുന്നതാണ്, അപ്പോൾ ഒന്നുകൂടി കട്ടിയായി കിട്ടും. അതുപോലെ നമ്മൾ ഈ കരിക്കിൻ്റെ കാമ്പ് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് വളരെ നന്നായിട്ട് കിട്ടുന്നതാണ്. എനിക്കിവിടെ കുറച്ച് കാമ്പേ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ കരിക്കിൻ്റെ കാമ്പും വെള്ളവും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ പഞ്ചസാര കൂടി, ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പോരെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പാല് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം എടുത്തു വച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ മധുരമൊക്കെ പാകമാണെന്ന് നോക്കിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഒരു സ്കൂപ്പ് ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. പകരം വാനില ഐസ്ക്രീം ആയാലും മതി. ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേൻ കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ ഷെയ്ക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.